പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സ്ക്രീനിലോട്ടൊന്ന് നോക്കിയേ. ഒരു ട്വീറ്റ് കാണുന്നുണ്ടോ ട്രാവിസ് ഹെഡിൻ്റെ ജസ്റ്റ് അടിയിൽ? ദ ഓണർ ഓഫ് ദ ടീം ബ്ലൂ ട്രാവിസ് ഹെഡ് അറൈവ്സ് ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ ഇന്ത്യൻ ടീമിൻ്റെ തലവേദന ഓണർ ട്രാവിസ് ഹെഡ് ഇറങ്ങിയെന്ന് പാകിസ്ഥാനിൽ. തൊട്ടടുത്ത് തന്നെ അടിയിൽ വേറൊരു ട്വീറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചേ. ദ ഓണർ ഓഫ് ദ ഗ്രീൻ, അതായത് പച്ചകളുടെ ഉടമസ്ഥൻ വിരാട് കോഹ്ലി അറൈവ്സ് ഇൻ ദുബായ്. ഈ ഈ സർക്കാസം കണ്ടപ്പോൾ തന്നെ ഞാൻ ഫോണിൽ ഇത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതിനൊരു മറുപടി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. ശരിക്കും യാഥാർത്ഥ്യത്തിൽ ശരിയായില്ലേ? എപ്പോഴൊക്കെ ബാറ്റ് എടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ പാകിസ്ഥാൻ്റെ അന്തകനായാണ് അദ്ദേഹം മാറിയിട്ടുള്ളത്. അതെ, വിരാട മഹാരാജാവ് പാകിസ്ഥാൻ്റെ അന്തകൻ തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കഴിയുമെങ്കിൽ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വിരാട് കോഹ്ലി ശരിക്കും ഇരയെ കാത്തിരിക്കുന്ന ഒരു വേട്ടമൃഗത്തെ പോലെയായിരുന്നു ഇന്നലെ. എന്നൊക്കെ അയാൾ പാകിസ്ഥാനെതിരെ ബാറ്റ് എടുത്തിട്ടുണ്ടോ അന്നൊക്കെ ഗ്രൗണ്ടിൽ തൻ്റെ കയ്യൊപ്പ് ചാർത്താതെ അദ്ദേഹം മടങ്ങിയിട്ടില്ല. അത് നമ്മൾ ശരിക്കും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലും മറിച്ചൊന്നുമല്ല സംഭവിച്ചത്. സ്റ്റേഡിയത്തെ പിടിച്ചു കൊലുക്കിക്കൊണ്ട് ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും നാളും തന്നെ കളിയാക്കിയവരെ കൊണ്ട് അയാൾ ഇന്ന് പറയിപ്പിച്ചു താൻ തന്നെയാണ് ക്രിക്കറ്റിലെ രാജാവെന്നത്. അതെ, ഇന്നലെ കിങ് കോഹ്ലിയുടെ ദിവസം തന്നെയായിരുന്നു. ഒരുപാട് നാളത്തെ കളിയാക്കലുകൾക്കും പുച്ഛങ്ങൾക്കും ബാറ്റ് കൊണ്ട് അദ്ദേഹം മറുപടി കൊടുത്ത ദിവസം. ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഒരു വാശിയേറിയ മത്സരം കാണാനെത്തിയ സെലിബ്രിറ്റീസും VIPസും ജനങ്ങളും എല്ലാവരും നിരാശരായി മടങ്ങേണ്ടി വന്നു എന്ന് തന്നെ പറയണം. കാരണം അനായാസ വിജയം ഇന്ത്യക്ക് സംഭവിക്കുകയായിരുന്നു. ഇന്ത്യക്ക് അനായാസ വിജയം സംഭവിച്ച തൻ്റെ സെഞ്ചുറി കൂടി കുറിച്ച ആ ബൗണ്ടറി കൊണ്ട് അയാൾ പറയാതെ പറഞ്ഞു, എനിക്കിനി പുതുതായൊന്നും തെളിയിക്കാനില്ല, ഞാനാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ രാജാവ്, സാക്ഷാൽ വിരാട് കോഹ്ലി എന്ന് തന്നെ. ബാറ്റിൽ നിന്ന് വിരാട് മഹാരാജാവ് തീർത്ത ആ അമ്പുകൾക്ക് പാകിസ്ഥാൻ ഇന്നലെ മറുപടി തന്നെ ഇല്ലായിരുന്നു. അതെ, എന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരുപാട് തവണ താങ്ങി നിർത്തിയ പ്രിയപ്പെട്ട കിങ് കോഹ്ലി, താങ്കളുടെ സിംഹാസനം താങ്കൾക്കുള്ളത് മാത്രമാണ്. തൻ്റെ 51ാമത്തെ ഏകദിന സെഞ്ചുറി, ചാമ്പ്യൻസ് ട്രോഫിയിൽ പുതു ചരിത്രം കുറിക്കുകയാണ് ശരിക്കും വിരാട് കോഹ്ലി ചെയ്തത്. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർക്ക് പോലും സ്വന്തമാക്കാൻ കഴിയാത്ത ഒരു നേട്ടം ഇന്നലെ വിരാട് കോഹ്ലി സ്വന്തമാക്കി. ഞാനൊരു കടുത്ത സച്ചിൻ ആരാധകനാണ്. വിരാട് കോഹ്ലിയേക്കാളും ഒരു പടി മുകളിൽ തന്നെയാണ് സച്ചിൻ എന്ന് വിശ്വസിക്കുന്നയാളാണ്. എന്നാൽ ഇന്നലെ വിരാട് കോഹ്ലി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടുകയുണ്ടായി. പാകിസ്ഥാനെതിരെ ഒരു ഇന്ത്യൻ ബാറ്റർ നേടുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണത്. കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് വിജയിച്ചു കയറിയിരിക്കുന്നു.